ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ രാവിലെയും തിരുവചനം കേൾക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോട് അടുത്തു വരുന്ന സകലരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി 44 സങ്കീർത്തനം 3 വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 44:3. തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതിയുണ്ടായിരുന്നുവല്ലോ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന വാക്യം ഈ രാവിലെ നമുക്ക് വിടുതലായും അനുഗ്രഹമായും തീരട്ടെ. 44 സങ്കീർത്തനം കോരകപുത്രന്മാർ പാടുന്ന മനോഹരമായ പാട്ടാണ്. ഈ 3 വാക്യത്തിന്റെ ഓരോ വരികളും ഹൃദയസ്പർശിയാണ്, അനുഗ്രഹമാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തോത്ര സ്വരവും സാക്ഷ്യവുമൊക്കെയാണ് ഈ വാക്യത്തിനകത്ത് കാണുവാനായി കഴിയുന്നത്. സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് കുറെ കാലങ്ങൾക്ക് മുൻപ്, കുറച്ച് തലമുറകൾക്ക് മുൻപ് പിതാക്കന്മാരെ ദൈവം വിടുവിച്ച മാധുര്യമേറിയ അനുഭവത്തെ കുറിച്ചാണ്. 44 സങ്കീർത്തനം 1 വാക്യം വായിക്കുമ്പോൾ അവർ എഴുതിയിരിക്കുന്നു, ദൈവമേ, പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. അപ്പോൾ നിറഞ്ഞ ഹൃദയത്തോടെ പിതാക്കന്മാർ പറഞ്ഞ സാക്ഷ്യത്തെ അയവിറക്കിക്കൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. കാലങ്ങൾക്ക് മുൻപ് മിസ്രയീമിൽ പെട്ടുപോയ ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന്റെ ആഴം കോരകപുത്രന്മാർ വിവരിക്കുകയാണ്. താഴോട്ട് വരുമ്പോൾ നമ്മൾ വായിച്ച 3 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, തങ്ങളുടെ വാള് കൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്. പ്രിയരെ, ഇസ്രായേൽ ജനം വാഗ്ദത്തം പ്രാപിക്കുവാനുള്ള കാരണം അവരുടെ കൈവശമുണ്ടായിരുന്ന മൂർച്ചയേറിയ ആയുധങ്ങളുടെ ഉപയോഗം കൊണ്ടല്ല എന്നാണ് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സങ്കീർത്തനം ആരംഭ ഭാഗങ്ങളിൽ വായിച്ചാൽ സങ്കീർത്തനക്കാരനത് പറയുവാനുള്ള കാരണം കഴിഞ്ഞ തലമുറകൾ അത് പറഞ്ഞ് അവർ അറിഞ്ഞ അറിവിൽ നിന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്, തങ്ങളുടെ വാള് കൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജയിക്കുവാൻ, മുന്നേറുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ ഒരു സാധ്യതയുമില്ല എങ്കിലും ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കുവാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. കാരണം വാള് കൊണ്ടല്ല വാഗ്ദത്തമുള്ള പിതാക്കന്മാർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും ഒന്നും കയ്യിലില്ല എങ്കിലും ചിലത് അവകാശമാക്കത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ദൈവം അത് ചെയ്യാനായി പോകുന്നു. എഴുതിയിരിക്കുന്നത് തങ്ങളുടെ വാള് കൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത് എന്ന് പറഞ്ഞാൽ അനേകം പേർ ദേശത്തെ കൈവശമാക്കിയത് യുദ്ധം ചെയ്ത് ആയുധമെടുത്ത് പോരാടിയാണ് ദേശം കൈവശമാക്കിയത്. എന്നാൽ ദൈവജനമായ ഇസ്രായേൽ ജനത്തിന്റെ അനുഭവത്തിലെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നു, അവർ ദേശം കൈവശമാക്കിയത് അവർ ആയുധം കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, സാഹചര്യവും സാധ്യതയും ഒന്നും നമ്മുടെ മുൻപിലില്ല എങ്കിലും വലിയ അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. അടുത്ത കാര്യം പറയുന്നു, അവർ ജയം നേടിയത് നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും. ആമേൻ.
അനുഗ്രഹിക്കപ്പെട്ട ഈ സങ്കീർത്തനത്തിന്റെ പദങ്ങൾ എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, കൈവശമാക്കി. രണ്ട്, ജയം നേടി. ഇന്ന് പ്രഭാതത്തിൽ ചിലത് കൈവശമാക്കത്തക്ക നിലയിൽ ചിലരുടെ ജീവിതത്തിൽ ദൈവ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. തോറ്റ് മുന്നേറാൻ കഴിയാതെ ഹൃദയവേദനയോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ജയിക്കാൻ തക്ക വിദ്യാഭ്യാസം നിങ്ങൾ കാണത്തില്ല, ജയിക്കാൻ തക്കവണ്ണമുള്ള ആൾബലം കാണത്തില്ല, ജയിക്കുവാൻ തക്കവണ്ണമുള്ള പണം കയ്യിൽ കാണത്തില്ല. എന്നാൽ തിരുവചനം എഴുതിയിരിക്കുന്നു, നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ട് ഒരു തലമുറ ജയം നേടുകയും ചിലത് കൈവശമാക്കുവാൻ ഇടയാകുകയും ചെയ്തു. ഈ തിരുവചനം അതുപോലെ ഏറ്റെടുത്ത് പ്രതിസന്ധികളുടെ മുൻപിൽ വലിയൊരു ജയം നേടുവാൻ ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം, ജയിക്കാൻ സഹായിക്കുന്ന ഒന്നും മുൻപിലില്ല. പരാജയം മാത്രമാണ് മുൻപിൽ കാണുന്നത്. എന്നാൽ നാം തിരിച്ചറിയണം, പ്രാർത്ഥിക്കുന്ന, ദൈവമുഖം അന്വേഷിക്കുന്ന, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം എതിരാണെങ്കിലും ദൈവത്തിൻ്റെ വലങ്കൈ അനുകൂലമായി വെളിപ്പെടും. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, തടുക്കാൻ കഴിയാത്ത, ചെറുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ കവർന്നെടുക്കാൻ കഴിയാത്ത ദൈവിക കരം ഇന്ന് പകൽ നമുക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ വലങ്കൈ നമുക്ക് ജയം നൽകിത്തരും. മാത്രമല്ല, ചിലത് അവകാശമാക്കുവാൻ നമ്മെ ബലപ്പെടുത്തും. രണ്ട്, നിന്റെ ഭുജവും. ആമേൻ. ദൈവത്തിൻ്റെ ഭുജം ദൈവജനത്തിന് ജയം നേടിക്കൊടുക്കും, ചിലത് അവകാശമാക്കുവാൻ അവരെ ബലപ്പെടുത്തും. മൂന്നാമത് എഴുതിയിരിക്കുന്നത് നിന്റെ മുഖപ്രകാശം. ദൈവത്തിൻ്റെ മുഖത്ത് നിന്ന് വെളിപ്പെടുന്ന പ്രകാശം അന്ധകാരത്തെ വകഞ്ഞു മാറ്റി മുൻപിലുള്ള പ്രതികൂലങ്ങളെ തിരിച്ചറിയത്തക്ക നിലയിൽ വഴികളിൽ വെളിച്ചമുദിച്ച് ജയകരമായി മുന്നേറുവാൻ, ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുവാൻ, വാഗ്ദത്തങ്ങൾ അവകാശം പ്രാപിക്കുവാൻ മുഖപ്രകാശം ദൈവജനത്തിന് അനുഗ്രഹമായി തീരും. രണ്ട് കാര്യങ്ങൾ നടന്നു. ഒന്ന്, ദേശം കൈവശമാക്കി. രണ്ട്, വലിയ ജയം നേടി. എങ്ങനെയെന്ന മൂന്ന് കാര്യം എഴുതിയിരിക്കുന്നത്. അതിന് കാരണമായി തീർന്നത് ദൈവത്തിൻ്റെ വലങ്കരമാണ്. രണ്ടാമത്തെ കാര്യം അവൻ്റെ ഭുജമാണ്. മൂന്നാമത്തെ കാര്യം ദൈവജനത്തോടുകൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മുഖപ്രകാശം. അങ്ങനെയാണെങ്കിൽ എത്ര വലിയ പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും, എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവിക പ്രവൃത്തി ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? ചിലത് കൈവശമാക്കേണ്ടതിന്, ഒരു വലിയ ജയം നേടേണ്ടതിന്. ആമേൻ. നമുക്കനുകൂലമായി വെളിപ്പെടുന്നൊരു വലങ്കരം, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ഭുജം, നമുക്ക് വേണ്ടി പ്രകാശിക്കുന്ന മുഖപ്രകാശം നാം തിരിച്ചറിയുക. ഒരു വലിയ ജയത്തിലേക്ക് ഈ പകൽ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. വാളെടുക്കാതെ, പോരാടാതെ, ആയുധത്തിൻ്റെ സഹായമില്ലാതെ ഒരു തലമുറ ദേശത്തെ കൈവശമാക്കുകയും ജയിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഭാരപ്പെട്ട് അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്ന അത്ഭുതകരമായ പകലായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ഈ പകൽ ദൈവത്തിൻ്റെ വലങ്കൈ, ദൈവത്തിൻ്റെ ഭുജം, ദൈവത്തിൻ്റെ മുഖപ്രകാശം നമുക്ക് അനുകൂലമായി വെളിപ്പെടട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കണം, സഹായിക്കണം. ഇവിടുത്തെ ബലമുള്ള കരങ്ങളിൽ വഹിക്കണം, നന്മകളെ കൊടുക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.